4 തൈകൾ നടാൻ 5 സെന്റ് സ്ഥലം വേണം. മലപ്പുറത്തെ കൃഷിഭവന്റെ മാനദണ്ഡങ്ങളിൽ നിരാശയോടെ മലപ്പുറത്തെ കർഷകർ. മലപ്പുറത്തെ രുചിഭേദങ്ങളുടെ കൊട്ടാരം ഇപ്പോൾ പുതുമകളോടെ വീണ്ടും. കുസ പാലസ്, റെസ്റ്റോ കഫേ, ജൂബിലി റോഡ്, മലപ്പുറം. നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ ഇനി നിങ്ങളുടെ പടിവാതിൽക്കലെത്തും. മെഡിമോഡ് ഹൈപ്പർ ഫാർമസി, കിഴക്കേതല, മലപ്പുറം. ഫോൺ 98 67 30 20 20. മലപ്പുറം കൃഷിഭവനിൽ നിന്നും തൈകൾ നൽകാൻ നിബന്ധനകൾ കൂടുതൽ കർശനമാക്കിയതിൽ മലപ്പുറത്തെ കർഷകർക്ക് കടുത്ത നിരാശ. 5 സെന്റോ അതിലധികമോ കൃഷിഭൂമിയുള്ളവർക്ക് സൗജന്യ പച്ചക്കറി തൈകൾ നൽകുമെന്നായിരുന്നു കൃഷിഭവന്റെ വാഗ്ദാനം. എന്നാൽ സ്ഥലത്തിന്റെ നികുതിയടച്ച രസീതുമായി പോയ ചിലർക്ക് വീടുൾപ്പെടാതെ 5 സെന്റ് കൃഷിഭൂമി വേറെയുണ്ടെങ്കിലേ തൈകൾ നൽകാൻ കഴിയൂ എന്നാണ് കൃഷിഭവൻ അധികൃതർ പറഞ്ഞത്. മുമ്പ് പലതവണ ഈ ഭൂമിയുടെ നികുതി രസീതി വെച്ച് കൃഷിഭവന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ലത്രേ. കഴിഞ്ഞയാഴ്ച മലപ്പുറത്ത് നടന്ന ഞാറ്റുവേല ചന്തയിൽ സൗജന്യ തൈകൾ നൽകിയിരുന്നു. 20 രൂപ രജിസ്ട്രേഷൻ ഫീ നൽകി പലരും തൈകൾ വാങ്ങിയെങ്കിലും മിക്ക തൈകളും നല്ലതായിരുന്നില്ല എന്ന പരാതിയുണ്ടായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത 300 പേർക്ക് മാത്രമേ സൗജന്യ തൈകൾ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും രജിസ്റ്റർ ചെയ്തവർ തന്നെ പലരും വന്നിരുന്നില്ല. ലഭിക്കുന്ന തൈകൾ മികച്ചതല്ല എന്നൊരു സംസാരം അപ്പോഴേക്കും പ്രചരിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ കൂടെ ലഭിച്ച ജൈവവളം നല്ലതായിരുന്നു എന്ന് കർഷകർ പറഞ്ഞു. അതേസമയം കൃഷിഭവനിലെ ആനുകൂല്യങ്ങളും മറ്റും യഥാസമയം സാധാരണക്കാരായ ആളുകൾ അറിയുന്നില്ല എന്നും കൃഷിഭവനുമായി ബന്ധപ്പെട്ട ഏതാനും ആളുകൾക്ക് മാത്രമാണ് ഇവ ലഭ്യമാവാറുള്ളൂ എന്ന പരാതിയുള്ളതാണ്. കൃഷിയിലും ജോലിയിലും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന കൃഷി ഓഫീസർമാർ കൃഷിഭവനിൽ വന്നാലേ ശരിയാവൂ എന്നാണ് മലപ്പുറത്തെ സാധാരണക്കാരായ കർഷകർ പറയുന്നത്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.